അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഒരു കടച്ചക്ക ഉണ്ട്. കടച്ചക്ക പുഴുങ്ങിയതാണ്. നമുക്ക് ചായക്കൊക്കെ വൈകുന്നേരം കഴിക്കാൻ പറ്റിയ ഒരു കടച്ചക്ക പുഴുങ്ങിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ നമുക്കിത് ആദ്യം ചെത്തിയെടുക്കാം. അപ്പോൾ നമുക്കിതിങ്ങനെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഇത് പോണ രീതിയിൽ കറക്റ്റായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തായി. ഇത് എമ്മൂൻ്റെ മുട്ട പോലെ ഇരിക്കണം. ഈ ഒരു ഭാഗം കണ്ട, ഈ ഭാഗം നമുക്ക് നൈസായിട്ട് കട്ട് ചെയ്തോളാം കേട്ടോ. ജസ്റ്റ് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത്, അപ്പോൾ ഇത് ചെറുതായാണ്, ഇതിൽ വലുതില്ല കണ്ട, ജസ്റ്റ് കട്ട് ചെയ്ത് കേട്ടോ. അതുപോലെ എല്ലാം നമുക്കതുപോലെ ഈ ഒരു ഭാഗം കണ്ട, ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് കട്ട് ചെയ്യണം. സെറ്റ് ആകണ്ട, ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം എല്ലാം. അപ്പോൾ നമുക്കിത് കഴുകാനുള്ള വെള്ളം വരാം. നമുക്കവിടെ മാറ്റി കഴുകാം. നന്നായിട്ട് കഴുകാട്ടെ. ഇത് കറയൊക്കെ പോണ രീതിയിൽ നല്ല രീതിയിൽ കഴുകിയെടുക്കാം. ഇത് ഒരു വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് കഴുകാം. ഒരു വെള്ളം കൂടി നമുക്ക് ഒഴിച്ചത് ഇട്ടിട്ട് കഴുകിയെടുക്കാം. നിലത്ത് പോകണം. ഇത് നമുക്ക് ഈ വെള്ളം ഇതിലേക്ക് മാറ്റിയിട്ട് ഒരു വെള്ളം കൂടി കഴുകാം. നമ്മളൊരു വെള്ളം കൂടി ഒരു മിനിറ്റ് നമുക്കിത് കഴുകാം. നമുക്ക് അടുപ്പ് കത്തിക്കാം. അടുപ്പ് എത്തിച്ചിട്ട് അത് വേവിക്കാനുള്ള അടുപ്പ് നമുക്ക് എത്തിക്കാം. കുത്തങ്ങളില്ല, ഏതൊക്കെ ഇത് എത്തിക്കട്ടെ. തീ നന്നായിട്ട് ആളി കത്തുന്നുണ്ടോ? നന്നായിട്ട് ആളി കത്തുന്നത് നമുക്ക് ഇതിലേക്ക് വയ്ക്കാം. അടുത്തെടുക്കാം. ഇതൊരു 20 മിനിറ്റ് ഇത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 20 മിനിറ്റ് വേവട്ടെ നമുക്ക്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇടാനുള്ള ആവശ്യമായിട്ട് സാധനങ്ങൾ ഇത് റെഡിയാണ് കേട്ടോ. പച്ചമുളക് നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട്, ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്, കറിവേപ്പില ഉണ്ട്, അതുപോലെ തന്നെ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. തിരികെ വെച്ച് തേങ്ങയുണ്ട്. ഇതൊക്കെ നമുക്ക് കുറച്ച് ദിവസം ചതയ്ക്കണം. ഒന്ന് ഇതിലിട്ട് ചതച്ചെടുക്കാം കേട്ടോ. നമുക്കിതിൽ കുറച്ച് ഉപ്പിടാം കേട്ടോ, ആവശ്യത്തിന്. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിന് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇടാം. നമുക്ക് പച്ചമുളക് ചതയ്ക്കാം കേട്ടോ.
നമുക്ക് പച്ചമുളക് ചതച്ചിട്ടുണ്ട്. നമുക്ക് നേരെ ഇതിലേക്ക് ഇടാം. നമുക്ക് ഇഞ്ചി എടുക്കാം. ഇഞ്ചി ചതക്കാം. അപ്പോൾ ഇഞ്ചി നന്നായിട്ട് ചതഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് നേരെ ഈ കറിവേപ്പില നമുക്ക് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. സ്വല്പത്തിന് നമുക്ക് തേങ്ങ ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. തേങ്ങ ചതച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് അപ്പോൾ നമുക്ക് ഇനി ഇത് ഊറ്റിയെടുക്കാം കേട്ടോ. നല്ല ചൂടുണ്ട് കേട്ടോ. ഓ അടിപൊളി. ഓ ഇതുകൊണ്ട് തന്നെ ഊറ്റിയെടുക്കാം. ഊറ്റിയിട്ട് നമുക്കിതേ പാത്രത്തിലിടാം. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമുക്ക് 4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു 4 മണി പലഹാരമായിട്ട് ഇത് കണക്കാക്കാം. അടിപൊളി. ഫിറോസൊക്കെ പറയണല്ലേ പൊളി സാധനം. ഓ ഒരു കണ്ണൊക്കെ പോയി. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കടുക് താളിക്കണം. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. എണ്ണ ആദ്യം ഒഴിക്കാം. ഇത് ചൂടായെന്നാണ്. നമുക്ക് ഇതിലേക്ക് കടുക് ഇടാം കേട്ടോ. കടുകിട്ട് കുറച്ച് മുളക് ഇട്ടു. കുറച്ച് മുളകിടാം. ഇൻഗ്രീഡിയൻസ് ഇടാം കേട്ടോ. വേപ്പില നമുക്കിടാം. ഇഞ്ചി ഇടാം. പച്ചമുളക്, തേങ്ങ ഇടാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല രീതിയിൽ മൂക്കണം കേട്ടോ. കളറും നല്ല രീതിയിൽ മൂത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇടാം. എടുക്കാട്ടോ. ചൂടുണ്ടാണ്. ചൂടില്ല, കുഴപ്പമില്ല. സെറ്റ് നമുക്ക് ഇതിലേക്ക് തട്ടാം. നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ല പുകയാണ്. പിടിച്ചിട്ട് ഇളക്കാം. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം കേട്ടോ. അടിപൊളി സാധനം കേട്ടോ. പൊളി സാധനം. പൊളി സാധനം റെഡി ആയിട്ടാ. അടിപൊളി. ചായ കഴിക്കാൻ വൈകുന്നേരം കഴിക്കാം. ലോക്ക്ഡൗൺ ഒക്കെ അല്ലേ, നമുക്ക് എല്ലാവരും ഇന്ന് കഴിക്കാൻ പറ്റിയ സാധനം റെഡി ആയിട്ടാ. അടിപൊളിയാണ്. സൂപ്പർ. നമുക്ക് ചെറുക്കിയിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ 4 മണി പലഹാരം റെഡി ആയിട്ടാ. ഇത് നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് 4 മണിക്കൊക്കെ അതെ ചായരൊപ്പം കഴിക്കാൻ പറ്റിയൊരു അടിപൊളി സൂപ്പറായിട്ടാണ്. സൂപ്പർ. അപ്പോൾ ഇനി ചായ ഇട്ടിട്ട് ഞാൻ കഴിക്കാം കേട്ടോ. നിങ്ങൾക്ക് കഴിക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം കേട്ടോ. എല്ലാം ചെയ്തോളാം. നിങ്ങളാണ് നമ്മുടെ സപ്പോർട്ട്. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ബൈ.